നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു വാർത്ത അറിയിക്കുകയാണ്. കേരളത്തിലെ കലാകാരന്മാരുടെ ജീവിതത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇടപെടൽ കടന്നു വരുന്നുണ്ട്. ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അന്വേഷണോദ്യോഗികളായിട്ടുള്ള കുട്ടികൾക്ക് ഇന്നുവരെ അതിന്റെ ഒരു നിർവാഹമില്ലായിരുന്നു. ചില പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം PhD എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പുറം സംസ്ഥാനങ്ങളെയോ രാജ്യങ്ങളെയോ അന്വേഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന സാറുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ കേരള സംഗീത നാടക അക്കാദമിയിലും അതുപോലെ തന്നെ ഫോക്കുലർ അക്കാദമിയിലൊക്കെ രജിസ്റ്റർ ചെയ്ത കലാരൂപങ്ങളുടെ ഒരു ആർക്കൈവിന് വേണ്ടി നമ്മളൊരു നിർദ്ദേശം മലനാട് രവി അദ്ദേഹത്തിന് മുമ്പിൽ വെക്കുകയും അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹം അതിന് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. അതിന്റെ ഒരു പുതിയ സാംസ്കാരികപരമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തലം വരെ അത് എത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മിനിസ്റ്റർ തന്നെ പറയും. നമ്മളിപ്പോ കേരളത്തിലെ കലാകാരന്മാര് അവര് നടത്തുന്ന കലാപരിപാടികൾ അത് ഡിജിറ്റലൈസ് ചെയ്യുക എന്നത് കഴിഞ്ഞ 3-4 വർഷമായി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇത് 2021 കോവിഡ് കാലത്താണ് നമ്മൾ ഇങ്ങനൊരു കാര്യം ആലോചിച്ചത്. കാരണം ഓപ്പൺ എയറിൽ അവർക്ക് പരിപാടി അവതരിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർക്ക് മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെ കലാപരിപാടി ജനങ്ങളെ കാണിക്കാൻ ഇടവരുന്ന സാഹചര്യം സൃഷ്ടിച്ചു. ആ സന്ദർഭത്തിലാണ് ഇത്തരം ഒരു ആശയം വരുന്നത്. അങ്ങനെ നമ്മൾ 2021 മുതൽ പിന്നീട് ഇങ്ങോട്ട് മഴമിഴി എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ധാരാളം, കടൽമിഴി, അതുപോലെ തന്നെ നമ്മുടെ ഈ ആരോഗ്യപരമായി പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ പരിപാടികൾ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ പരിപാടികൾ, ഇതൊക്കെ നമ്മൾ എടുക്കുകയും സാംസ്കാരിക മേഖലയിൽ വളരെ വലിയ സംഭാവനയായിട്ടുള്ള മഹത് വ്യക്തികൾ, ഉദാഹരണം അധ്യാപകർ, സാനുമാഷിന്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്, MK ഉമ്മർ സാറിന്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്, മോഹൻലാലിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, പത്മശ്രീ മധു സാറിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൽ അവർ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവരെ നേരിട്ട് അവരുടെ ഇന്റർവ്യൂസും അവര് നൽകിയ പഠിപ്പിച്ച പഠനമുറിയിൽ അവര് അന്നത്തെ കുട്ടികളായിട്ടുള്ള ഇന്ന് പ്രായമുള്ളവരെ വിളിച്ചിരുത്തി അവരുടെ ക്ലാസുകൾ വീഡിയോ ചെയ്ത് അത് ഡിജിറ്റലൈസ് ചെയ്യുക. അത് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മളുമായിട്ടൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അവര് ഈ കാര്യം അവര് മുൻകൈയെടുത്ത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ഈ കാര്യത്തിൽ വേണ്ട പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചലച്ചിത്രങ്ങളുടെ ഒരു ആർക്കൈവ് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ നാടകങ്ങളുടെയും ഈ പറയുന്ന ഫോക്കുലർ സംഘടനകളുടെയും ഒരു ആർക്കൈവും സംസ്ഥാന ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കപ്പെടുത്തുകയാണ്. സർ, അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായങ്ങളൊന്നും? നാടക കലാകാരങ്ങൾക്ക് ഒരു വീഡിയോ റൈറ്റ്സ് സർക്കാരിന് വേണ്ടി എത്തിക്കുക. അല്ല, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന്റെ ഭാഗമായി ഡിജിറ്റലൈസ് ചെയ്യുന്നുണ്ട്. സംഗീത നാടക അക്കാദമി അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങളെല്ലാം ആ നാടകങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത്. നാടകം മാത്രമല്ല, കഥാപ്രസംഗങ്ങള്, ഞാൻ പറഞ്ഞല്ലേ, എല്ലാ സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളും ഇന്ന് ജീവിച്ചിരിക്കുന്ന കലാകാരന്മാര് അവരുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അത് ഡിജിറ്റലൈസ് ചെയ്യുക, എന്നിട്ട് വരും തലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് കാത്തു സൂക്ഷിക്കുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്. എന്തായാലും വളരെ നാളത്തെ നമ്മളൊരു ആഗ്രഹമായിരുന്നു. മലനാട് TV ഒരുപാട് കാലങ്ങളായിട്ട് മുൻപിരുന്ന എല്ലാ അക്കാദമി ചെയർമാൻമാരോട് സംസാരിച്ചിട്ടുള്ളതാണ്. ഇന്ന് സാധ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് മലനാട് TV മിനിസ്റ്ററോടൊപ്പം പങ്കെടുത്തത്. നന്ദി, നമസ്കാരം.